and the life. No one comes to the Father but by me. John chapter 14, verse 6. ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവരെ നമ്മളൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. കാരണം നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമുക്ക് ദൈവം കഴിഞ്ഞാൽ പിന്നെയുള്ള സമ്പത്ത്. ദൈവം കഴിഞ്ഞാൽ പിന്നെ ദൈവം നമുക്ക് തന്ന സമ്പത്താണവർ. നമുക്കറിയാം, ദൈവം നമുക്ക് കുഞ്ഞുങ്ങളെ തന്നത് വെറുതെ ഒരു ആക്സിഡൻ്റലായിട്ട് തന്നതല്ല, മറിച്ച് ദൈവം നമുക്ക് തന്നത് സൃഷ്ടിയുടെ മഹത്വമായിട്ട് കുഞ്ഞുങ്ങൾ മാറാനാണ്. സൃഷ്ടിയുടെ മഹത്വം. ഓരോ മനുഷ്യനും നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് സൃഷ്ടിയുടെ മഹത്വം. നമ്മളെ മനുഷ്യനാക്കുന്നത് വിശേഷപ്പെട്ട ജ്ഞാനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ജ്ഞാനം നിറയുന്നില്ല എങ്കിൽ നമ്മളുടെ ജീവിതം പരാജയപ്പെടും. അതുകൊണ്ട് നമ്മളിന്ന് കുഞ്ഞുങ്ങളെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറത്തൊക്കെ വന്നിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ അകത്ത് കയറിക്കോളൂ കേട്ടോ. സ്നേഹമുള്ളവരെ, നമ്മൾ ജ്ഞാനം നമുക്കറിയാം. എനിക്കറിയാവുന്ന ഒരു ചേട്ടായി 4000-ഓളം ആളുകളുടെ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജരായിരുന്നു. ഒരു കമ്പനിയിൽ 4000-ഓളം ആളുകളെ വര നിർത്തുന്ന മാനേജ് ചെയ്യുന്ന ഒരു ചേട്ടൻ. ഒരേ ഒരു മോളെ ഉള്ളായിരുന്നു. പക്ഷേ അവളുടെ ജീവിതത്തിൽ തന്നിഷ്ടം പോലെ ഒരു ജീവിതം തിരഞ്ഞെടുത്തങ്ങ് പോയി. അതായത് ജീവിതത്തിൽ നമുക്ക് വലിയ പണവും പെരുമയും സ്ഥാനമാനവും ഒക്കെ ഉണ്ട്, ജോലിയുണ്ട്, പണമുണ്ട്, ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ കീഴിലുണ്ട്. പക്ഷേ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം നിയന്ത്രണത്തിലല്ലാതാകുന്നത്, നമ്മുടെ പരിധിയിൽ നമ്മുടെ ജീവിതം നിൽക്കാതെ പോകുന്നത്, നമ്മുടെ കൺട്രോളിലല്ലാതെ ജീവിതം പിടിവിട്ടു പോകുന്ന സമയങ്ങളുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമൊക്കെയുണ്ട്, ലോകത്തെക്കുറിച്ചുള്ള അറിവും കാര്യങ്ങളൊക്കെയുണ്ട്, എങ്ങനെ നമുക്ക് ലോകത്തിൽ ജീവിക്കണമെന്നുള്ള അറിവുണ്ട്. പക്ഷേ ജീവിതത്തിൽ ജ്ഞാനമില്ലാതെ പോകുമ്പോൾ ജീവിതം പിടിവിട്ടു പോകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇന്ന് നമുക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ പ്രാർത്ഥന, അത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ്. ആ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിൻ്റെ ശക്തിയിൽ നമുക്ക് ജ്ഞാനത്തിൻ്റെ അഭിഷേകം ഉണ്ടാകും. അതുകൊണ്ട് ആ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനം സോളമൻ്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന അത് നമ്മുടേതാക്കി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. ജ്ഞാനം എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങയുടെ ഹിതമെന്തെന്ന് ഞാൻ മനസ്സിലാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനങ്ങളോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ജീവിതം വിജയിപ്പിക്കാനുള്ള വഴി ദൈവിക ജ്ഞാനം കൊണ്ട് നമ്മൾ നിറയുക. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, ജ്ഞാനം സമ്പാദിക്കുകയാണ് സർവ പ്രധാനം. എന്തു ത്യജിച്ചും
ജ്ഞാനം സമ്പാദിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതായത് ബുദ്ധി കെട്ടുപോകരുത്. നമുക്കെല്ലാം അറിയാം, പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നമുക്ക് വളരാൻ പറ്റാതെ പോയാൽ, ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകാതെ പോയാൽ അതൊരു വലിയ പരാജയമാണ്. നമ്മുടെ ജീവിതം വിജയിക്കുകയല്ല. അതുകൊണ്ടാണ് ജ്ഞാനമുണ്ടാകണം എന്ന് പറയുക. വിശേഷപ്പെട്ട ബുദ്ധിയാണ് ജ്ഞാനം. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാരാണ് തരുന്നത് ജ്ഞാനം? ആരോടാ ചോദിക്കണ്ടേ? ദൈവത്തോടാണ്, പരിശുദ്ധാത്മാവിനോടാണ് ജ്ഞാനം ചോദിക്കേണ്ടത്. പുതിയ നിയമത്തിൽ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 8-ാം തിരുവചനം. ജ്ഞാനം നമ്മൾ ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിനോടാണ്. പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധാത്മാവേ, ദൈവമായ കർത്താവേ, അങ്ങ് വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്, അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോട് ഒത്തുവസിക്കട്ടെ, അധ്വാനിക്കട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം എന്തെന്ന് ഞാൻ മനസ്സിലാക്കട്ടെ. അത് മനസ്സിലായാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം വിജയിക്കും. നമുക്കറിയാം, ഒരാളുടെ കയ്യിൽ നമ്മളൊരു 50 ലക്ഷം രൂപ കൊടുത്തെന്ന് വെച്ചു. പക്ഷേ ഈ മനുഷ്യൻ ഈ 50 ലക്ഷം രൂപ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിവില്ലാതെ പോയാൽ അവൻ്റെ ജീവിതം പിന്നെയും പരാജയമാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ധൂർത്തപുത്രൻ. ഈ അപ്പന് എത്ര മക്കളുണ്ടായിരുന്നു? 2 മക്കൾ. മൂത്ത മകനും ഇളയ മകനും. മൂത്ത മകൻ വീട്ടിൽ അപ്പൻ്റെ കൂടെ നിന്ന്, ഇളയ മകൻ സമ്പത്ത് മുഴുവൻ ധൂർത്തടിച്ച് ദൂരദേശത്തേക്ക് പോയി. ചോദ്യം ഇതാണ്, ഈ അപ്പന് ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നു, എന്നിട്ടും എന്തേ ഈ അപ്പൻ ഈ മകന്റെ പുറകെ ആളുകളെ വിട്ട് എൻ്റെ കുഞ്ഞിനെ നോക്കിക്കൊള്ളണം, പന്നിക്കുഴി ചെന്ന് വീഴാതെ, അവനൊരു ക്ഷീണം ഉണ്ടാകാതെ അവനെ നോക്കിക്കൊള്ളണേ എന്ന് പറഞ്ഞുകൊണ്ട് ജോലിക്കാരെ, കൂലിക്കാരെ, വേലക്കാരെ അവൻ്റെ പുറകെ പൈസയും കൊടുത്ത് അയക്കാഞ്ഞതെന്താ? ഈ മകൻ പോയി തകർന്നു വീഴാൻ സാധ്യതയുണ്ട്. ചൂതാട്ടത്തിലും വ്യഭിചാര കേന്ദ്രത്തിലും തന്നിഷ്ടം പോലെ നടന്ന് മദ്യപിച്ച് ലക്കുകെട്ട് ഇവനിങ്ങനെ ജീവിതം നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവൻ അപകടത്തിൽ ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടി അവൻ്റെ ATM-ൽ കുറച്ച് പൈസ ഇട്ട് കൊടുക്കാഞ്ഞ എന്താണ് ഈ അപ്പൻ? അവനെ എന്താ സഹായിക്കാഞ്ഞേ? എന്തുകൊണ്ടാണ് ഈ അപ്പൻ തന്നെ വണ്ടിയെടുത്ത് ഇവൻ്റെ പുറകെ പോകാഞ്ഞേ? കാരണം ഇത്രയേ ഉള്ളൂ, ഈ ധൂർത്തപുത്രന് സുബോധം ഇല്ലായിരുന്നു. സുബോധം, എൻ്റെ പേരാണ് ജ്ഞാനം. അവൻ പന്നിക്കുഴി ചെന്ന് വീണപ്പം ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, എന്ത്? അവന് സുബോധമുണ്ടായി. അവൻ ചിന്തിച്ചു, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ പശുവിനെ നോക്കി റബ്ബറും വെട്ടി എന്തുമാത്രം വേലക്കാര് സുഭിക്ഷമായി 3 നേരം ഭക്ഷിച്ച് ജീവിക്കുന്നു, ഞാനോ ഈ പന്നിക്ക് കിട്ടുന്ന റേഷൻ പോലും ഇല്ലാതെ കഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞ് അവന് സുബോധം വന്നപ്പോ അവൻ തിരികെ നടന്നു. ഈ അപ്പൻ പൈസ കൊടുക്കാൻ എന്താണെന്നറിയാമോ? ഇവന് ബോധമില്ല, ജ്ഞാനമില്ല. ഇവൻ്റെ ഈ 10 ലക്ഷം കൂടെ കൊടുത്താൽ ഇവൻ 20 ലക്ഷം കൂടെ കടവാക്കും. ബോധമില്ലാത്തവന്റെ കയ്യിൽ ദൈവം പൈസ കൊടുക്കുകയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തോട് ജ്ഞാനം ചോദിക്കണം. കർത്താവേ, ഇതെങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കേണ്ടേ? നമുക്കറിയാം, ലോകത്തിലെ മുന്തിയ ധനവാന്മാരുടെ കഥ, വാറൻ ബഫറ്റ് എടുത്താലും മൈക്രോസോഫ്റ്റിൻ്റെ ബിൽഗേറ്റ്സ് എടുത്താലും, അല്ലെങ്കിൽ ലോകത്തിലെ മുന്തിയ ആളുകളെല്ലാം എടുത്തു നോക്കി, കോടീശ്വരന്മാർ, അവരൊന്നും കോളേജ് പഠനം പൂർത്തിയാക്കിയിട്ടുള്ള ആളുകളല്ല. അവരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ മതി. ദേ വെർ ഓൾ കോളേജ് ഡ്രോപ്പ് ഔട്ട്സ്. ഡിഗ്രി പഠിച്ചിട്ടല്ല അവരുടെ കയ്യിൽ പണം വന്നു ചേർന്നത്. അവര് എന്ന് പറഞ്ഞുകൊണ്ട് ഡിഗ്രി വേണ്ടെന്നല്ല. അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ, അമ്മേ, അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ, ഇനിയും പഠിത്തമൊന്നും വേണ്ട, ഇനിയിപ്പം നമുക്ക് ഇത് പൈസ ഒക്കെ അല്ലാതെ വന്നോളൂ എന്നൊന്നും ചിന്തിക്കരുത്. അങ്ങനല്ല. മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ലോകത്തിൻ്റെ സമ്പത്ത് മുഴുവൻ എങ്ങനെ എൻ്റെ അടുത്തേക്ക്, എൻ്റെ കമ്പനിയിലേക്ക്, എൻ്റെ വീട്ടിലേക്ക് വരാനുള്ള വഴി, ജ്ഞാനം,
അത് തുറന്നു കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ജ്ഞാനം ദൈവത്തിന്റെ ആത്മാവിനോട് ചോദിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ദൈവത്തിന്റെ ആത്മാവ് തന്നത് മാത്രമേ സ്ഥായിയായിട്ട് നിൽക്കത്തുള്ളൂ. നിങ്ങൾക്കറിയാമോ, ഞാൻ 11 വർഷം സെമിനാരി പഠിച്ചു. എന്താ പഠിച്ചതെന്നറിയാമോ? 11 വർഷം ഞങ്ങൾ സെമിനാരി പഠിക്കുന്നത്, ഗവേഷണം നടത്തുന്നത്, റിസർച്ച്, ഇഷ്ടംപോലെ പേപ്പറുകൾ അവതരിപ്പിക്കുന്നു, കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, റിസർച്ചുകൾ നടത്തുന്നു, ഇഷ്ടംപോലെ പരീക്ഷകൾ, എഴുതിയ പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് പോലും ഓർമ്മയില്ല. അതുപോലെ പരീക്ഷകൾ എഴുതി 11 വർഷം. ഓരോ സെമസ്റ്ററിലും 10, 16, 20 വിഷയങ്ങൾ വീതം. അങ്ങനെ പഠിച്ചെഴുതിയിട്ട് എന്തിനെക്കുറിച്ചാണ് എഴുതിയെന്നറിയാമോ? പാവപ്പെട്ട മുക്കുവരായ അക്ഷരജ്ഞാനമില്ലാത്ത പത്രോസും യാക്കോബും യോഹന്നാനും, മുക്കുവരായിട്ടുള്ള പാവപ്പെട്ട അക്ഷരജ്ഞാനമില്ലാതിരുന്ന പാവപ്പെട്ട മനുഷ്യൻ പ്രസംഗിച്ച പ്രസംഗങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ സെമിനാരി പഠിച്ചുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അക്ഷരജ്ഞാനമില്ലാത്ത പത്രോസ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ നടത്തിയ പ്രസംഗം, പൗലോസ് ശ്ലീഹ ചുറ്റി നടന്ന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ. അന്നത്തെ കാലത്ത് ദൈവത്തിന്റെ ആത്മാവ് കൊടുത്ത ജ്ഞാനത്തെക്കുറിച്ചാണ് ഇന്ന് സഭയിൽ ഇഷ്ടംപോലെ റിസർച്ചുകൾ, ലക്ഷക്കണക്കിന് പ്രബന്ധങ്ങൾ, ഡോക്ടറേറ്റുകൾ, തീസിസുകൾ ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും വലിയ വലിയ കെട്ടിടങ്ങൾ, വലിയ സെമിനാരികൾ, വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, തിയോളജിക്കൽ സെന്റേഴ്സ്, ഇന്നും അന്വേഷണങ്ങളാ. എന്തിനെ കുറിച്ചാണെന്നറിയാമോ? അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പത്രോസ് ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഈ ബൈബിളിൽ അക്ഷരജ്ഞാനമില്ലാതിരുന്ന ആളുകൾക്ക് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളാണ് കാലങ്ങളായി ആളുകൾ ഇന്നും സഭയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എൻ്റെ ദൈവ പൈതലേ, നിന്റെ കുഞ്ഞിന് ദൈവത്തിന്റെ ആത്മാവ് ഒരു സ്പാർക്ക് കൊടുത്താലുണ്ടല്ലോ, പിന്നീട് അവൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ ലോകം ഗവേഷണത്തിന്റെ വിഷയങ്ങളാക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതാണ് വേണ്ടത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനോട് ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറയും. പരിശുദ്ധാത്മാവിനോട് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കാമോ? ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെയാണ് ഒരാൾക്ക് എന്ത് നൽകുന്നത്? വിവേചനത്തിന്റെ വരം എന്ന് പറഞ്ഞാൽ ഡിസേൺമെന്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശരിയേത് തെറ്റേത് എല്ലാം ശരിയെന്ന് തോന്നും. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് തൊട്ടെങ്കിൽ മാത്രമേ ഈ വിവാഹം വേണോ, ഈ കോഴ്സ് തിരഞ്ഞെടുക്കണോ, ഈ സ്കൂൾ മതിയോ, ഈ വിഷയമാണോ എടുക്കേണ്ടത്, ഈ രാജ്യത്തേക്കാണോ പോകേണ്ടത്, ഇവിടെയാണോ ഞാൻ വീട് വെക്കേണ്ടത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് വിവേചനത്തിന്റെ ഒരു അനോയിന്റിങ് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ അറിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവാണ് നമുക്ക് ഡിസേൺമെന്റിന്റെ വരം. അതായത് ഈ ഒരാളെ കാണുമ്പോൾ ഈ ആൾ അപകടകാരിയാണോ, ഇയാൾ നമുക്ക് ഉപകാരം ചെയ്യുമോ, ഈ ആളിനോടൊപ്പം ബിസിനസ് ചെയ്യാൻ നല്ലതാകുമോ, അതോ ഇത് നമുക്ക് കെണിയാവുമോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഇതാണ് ഡിസേൺമെന്റ്. ഇത് ഈശോയ്ക്കുണ്ട്. സമരിയാക്കാരി ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോ ഈശോയോട് പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവന് പിന്നെയും ദാഹിക്കും. ഞാൻ തരുന്ന വെള്ളം അവന് നിത്യജീവൻ തരും.
ഉടനെ അവള് പറഞ്ഞു, എനിക്കെന്നാ വെള്ളം ഇങ്ങ് തരാമോ? ഇനി ഇവിടെ വരണ്ടായല്ലോ വെള്ളം കോരാൻ, ഒരിക്കലും ദാഹിക്കുകയല്ലോ. ഉടനെ ഈശോ പറഞ്ഞു, നീ പോയി നിന്റെ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ടുവരാൻ. അവൾ പറഞ്ഞു, ഞാൻ ആ ടൈപ്പ് എനിക്ക് കല്യാണമൊന്നും കഴിച്ചത് ഭർത്താവൊന്നും ഇല്ലെന്ന്. ഉടനെ ഈശോ അവളെ നോക്കിയിട്ട് പറയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, ഇപ്പോൾ ഒരുത്തനുണ്ടല്ലോ നിന്റെ കസ്റ്റഡിയിൽ, അത് നിന്റെ ഭർത്താവല്ലെന്ന് പറഞ്ഞു. ഇതാണ് ഡിസേൺമെന്റിന്റെ വരം. സ്നേഹമുള്ളവരെ, വിവേചിച്ചറിയാനുള്ള, ഒരാളെ കാണുമ്പോൾ പുറമേ കാണുന്നതല്ല, ഈ ആളിൽ ഏത് ടൈപ്പാണ് എന്ന് മനസ്സിലാക്കാനൊരു വരം. ഇത് ഈശോയ്ക്കുള്ള വരമാണ്. ഒരാളെ വിവേചിച്ചറിയാൻ, വെളുത്തതെല്ലാം പാലല്ല എന്ന് മനസ്സിലാക്കാൻ ഒരു കൃപ കിട്ടും. ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവ് നൽകട്ടെ ആ കൃപ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് ആ വചനം ഒന്നുകൂടെ വായിച്ചേ മോനെ. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു. മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു. ഇത് പരിശുദ്ധാത്മാവാണ് തരുന്നത്. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. സോളമനാണ് ബൈബിളിൽ ജ്ഞാനത്തിന്റെ ഉറവിടമായിട്ട് കാണുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സലോമോൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന അവര് ചൊല്ലാനായിട്ട് പറയണം. ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന, ആ പുസ്തകം, ആ പ്രാർത്ഥന, ആ അധ്യായം വായിച്ചിട്ട് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ പറയണം. ആ അധ്യായത്തിനകത്ത് ഒരു പ്രാർത്ഥനയാണ്. ജ്ഞാനത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നവര് ജ്ഞാനത്തിന്റെ പുസ്തകം 6 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ പ്രാർത്ഥിക്കണം. അത് പ്രാർത്ഥനയാണ്. അത് മനസ്സിലാക്കിയാൽ ദൈവത്തിന്റെ ജ്ഞാനം നമ്മിൽ നിറയും. ഹല്ലേലൂയാ. നമുക്കറിയാം, ഈ ലോകത്തില് പിടിച്ചാ കിട്ടാത്ത രീതിയിൽ മാധ്യമങ്ങൾ പലവിധ കാര്യങ്ങൾ പടച്ചുവിടുകയാണ്. പിള്ളേർ അതിനകത്ത് ഉക്കം നോക്കിയിരിക്കുന്നതാണെങ്കിൽ നോക്കിയിരിക്കും. ഇതിനകത്തൊന്നും മാറ്റിയെടുക്കാൻ വലിയ പാടാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മലവെള്ളപ്പാച്ചിലിനെ മണ്ണാങ്കട്ട കൊണ്ട് തടുക്കാൻ ശ്രമിക്കരുത്. ഈ മലവെള്ളപ്പാച്ചിലിനെ മണ്ണാങ്കട്ട കൊണ്ട് തടയാൻ ശ്രമിക്കരുത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിയെ കെട്ടിയിട്ടിരിക്കുന്ന ഈ തിന്മകളെ, അതിനെ അതിജീവിക്കണമെങ്കിൽ അതിനേക്കാൾ കരുത്തുള്ള ദൈവജ്ഞാനം കുഞ്ഞുങ്ങളിൽ നിറയണം. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതിനുള്ള അവസരങ്ങൾ ഉള്ളപ്പോ പ്രിയപ്പെട്ട ദൈവമക്കളെ, കുഞ്ഞുങ്ങളെ ആ കാര്യങ്ങൾ പറയാനും പഠിപ്പിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അതിനുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കുമ്പോൾ അവിടെ വിടണം. സൺഡേ സ്കൂൾ, വിശ്വാസ പരിശീലനം, ദൈവവചനം പഠിക്കുന്നത്, കേൾക്കുന്നത്, ഇതുപോലുള്ള ആരാധനകൾ ദൈവവചന സമയത്ത് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇരുത്തി കേൾപ്പിക്കണം. നഷ്ടപ്പെട്ടു പോവില്ല, ഉറപ്പാണ്. കാരണം നമ്മൾ വിചാരിച്ചാലൊന്നും ഈ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല. അത് ദൈവശക്തി. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കേണ്ട, ദൈവമേ എൻ്റെ കുഞ്ഞിന് വിവേചനാശക്തി കൊടുക്കണേ. കോളേജിൽ പോകുന്ന എൻ്റെ കൊച്ചിൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണാണോ ബോംബാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കാലമാണ്. ഏതെല്ലാം അപകടത്തിലാണ് നിങ്ങൾ ചെന്ന് ചാടുന്നത്. ഇന്ന് സൈബർ യുഗത്തില് ഓരോ കുഞ്ഞുങ്ങളും ചെന്ന് വീഴുന്ന വലിയ കെണികളുണ്ട്, മയക്കുമരുന്നിന്റെ കെണികളുണ്ട്. ഈ കെണികളിലൊക്കെ ചെന്ന് വീഴാതിരിക്കാൻ ദൈവത്തിന്റെ ജ്ഞാനം ആവശ്യമാണ്. മ്ലേച്ഛതകളിലും ഇന്ന് കഴിഞ്ഞ ദിവസത്തെ പത്രത്തിലെ ഒരു ഫീച്ചറാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സെക്സ് വിദ്യാഭ്യാസം വളരെ ആവശ്യമാണ്. കാരണം ഈ കാര്യങ്ങളെല്ലാം കണ്ട് 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 ശരിയതും തെറ്റതും തിരിച്ചറിയാൻ പറ്റാത്ത വിധം മ്ലേച്ഛതകൾ കണ്ണിലും മനസ്സിലും കയറിക്കൂടിയിരിക്കുന്ന ലോകത്ത് ദൈവമക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ വകതിരിവോടെ വളർത്താൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം ആവശ്യമാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഇടപെട്ടേ മതിയാവൂ. അതുകൊണ്ട് മുട്ടിപ്പായ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ സോളമൻ ഇങ്ങനാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, ജ്ഞാനം 9:17 വാക്യം, അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ദൈവമേ, അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് എനിക്ക് തരുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ അങ്ങയുടെ ഹിതം അറിയും? അതുകൊണ്ട് ദൈവമേ, അങ്ങ് തരണം, ദൈവം തരണം.
ഇത് അറിയുന്നത് ഒരു ഉൾക്കാഴ്ചയുടെ ലക്ഷണമാണ്. ദൈവമാണ് ജ്ഞാനം. എൻ്റെ ജ്ഞാനത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 21-ാം വാക്യത്തിൽ സോളമൻ വീണ്ടും പറയുന്നുണ്ട്, ദൈവമേ അങ്ങാണ് ഈ ജ്ഞാനം തരുന്നത് എന്നറിയുന്നതാണ് ഉൾക്കാഴ്ച, ഇൻസൈറ്റ്. ഈ ലോകത്തിൽ ഇൻസൈറ്റ് അല്ലെങ്കിൽ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഹൃദയക്കാഴ്ച. ഹൃദയക്കണ്ണ് തുറന്നു കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ബുദ്ധി മാത്രമല്ല, ഹൃദയത്തിനൊരു കണ്ണുണ്ട്, അത് തുറന്നു കിട്ടുക എന്ന് പറയുന്നത് ബോധോദയം, ജ്ഞാനോദയം എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയാമോ? 8:21 വായിക്കാമോ? ജ്ഞാനം 8:21. ദൈവം നൽകുന്നില്ലെങ്കിൽ ജ്ഞാനം എനിക്ക് ലഭിക്കുകയില്ലെന്ന് ഞാൻ അറിഞ്ഞു. ദൈവം നൽകുന്നില്ലെങ്കിൽ ജ്ഞാനം എനിക്ക് ലഭിക്കില്ല എന്ന് ഞാൻ അറിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ബുദ്ധിമാന്മാരായി ഒത്തിരി പേര് നമ്മുടെ ഇടയിലുണ്ട്. ഭയങ്കര ബുദ്ധിയാ, ഒറ്റ തവണ വായിച്ചാൽ മതി തലയിരിക്കും. പക്ഷെ ജീവിതത്തിൽ പരാജയപ്പെട്ടു, ചവിട്ടി നിൽക്കുന്നത് മണ്ണൊലിച്ചു. നമുക്ക് ഒരു 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 സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റാതാവും. ഒത്തിരി അറിവുള്ളവരുണ്ട്, ഡിഗ്രി ഉള്ളവരുണ്ട്, പഠിപ്പുള്ളവരുണ്ട്, ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നവരുണ്ട്, ഒത്തിരി ഇടത്ത് ജോലി ചെയ്തവരുണ്ട്. പക്ഷേ ജ്ഞാനം കയ്യിൽ വരുന്നില്ല എങ്കിൽ നമുക്ക് മനസമാധാനമില്ല, എന്നും വിഷാദപ്പെട്ട് ജീവിക്കും. അതുകൊണ്ടാണ് ദൈവമേ അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ജ്ഞാനം 8:21. ദൈവം നൽകുന്നില്ലെങ്കിൽ ജ്ഞാനം എനിക്ക് ലഭിക്കുകയില്ലെന്ന് ഞാൻ അറിഞ്ഞു. അടുത്ത വചനം, ആരുടെ ദാനമാണ് അവൾ എന്നറിയുന്നത് ഉൾക്കാഴ്ചയുടെ ലക്ഷണമാണ്. അതായത് ഈ ജ്ഞാനം ആരുടെ ദാനമാണ് എന്നറിയുന്നത് ഉൾക്കാഴ്ചയുടെ ലക്ഷണമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാൾക്ക് ഉൾക്കാഴ്ച ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? എൻ്റെ ദൈവമാണ് ഈ ജ്ഞാനം തരുന്നത് എന്ന തിരിച്ചറിവിൽ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ എനിക്ക് ജ്ഞാനം തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനം തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണം വരെ പ്രാർത്ഥിക്കേണ്ട ഒരേ ഒരു പ്രാർത്ഥന ഇതാണ്. ബാക്കിയുള്ളതൊക്കെ ഒരാഴ്ചക്കുള്ളിലൊക്കെ പ്രാർത്ഥിച്ചാലും മതി. പ്രിയപ്പെട്ടവരെ, ദൈവിക ജ്ഞാനം നിറഞ്ഞാൽ ദൈവത്തിന് ഏറ്റവും വളരെ ഇഷ്ടമാണ്. ഹോസിയയുടെ പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യം, ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ഹോസിയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എന്താണ് ദൈവത്തിന് ഇഷ്ടം? കഴിയാം. ഹോസിയ 6:6. ഞാൻ വായിക്കാം. ദഹന ബലികളല്ല, ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. ദൈവം പറയാണ്, അല്ലേ? വായിച്ചേ. ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദഹന ബലികളല്ല, ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. ദൈവം പറയാണ്, ഈ ദഹന ബലികളെക്കാളും എനിക്കിഷ്ടം എന്താണ്? ദൈവജ്ഞാനമാണ്. ഹല്ലേലൂയ. മനസ്സിലായവര് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ മാമോദീസൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ഇനി ജ്ഞാനസ്നാനം എന്നാ പറയുന്നത്. അതൊരു ഉൾക്കാഴ്ചയുടെ സ്നാനമാണ്, അതൊരു അറിവിന്റെ സ്നാനമാണ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ദൈവജ്ഞാനം കൊണ്ട് നമ്മളെ നിറയ്ക്കട്ടെ. ഇനി ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ട് പോവുകയാണ്. ഈശോ നമുക്ക് തരുന്നൊരു പാഠം ഈ സോളമന്റെ ജീവിതത്തിലൊരു പാഠമാണ്. അത് കണ്ടുകൊണ്ട് നമ്മൾ ഈ ധ്യാന ചിന്ത സമാപിക്കാം. അതായത് സോളമന് ഒരു കാര്യം മനസ്സിലായി. സോളമൻ പ്രാർത്ഥിച്ചൊരു കാര്യം എന്താണെന്ന് അറിയാമോ? സോളമൻ പ്രാർത്ഥിച്ചത്, ദൈവമേ എനിക്ക് നിന്റെ ജ്ഞാനം തരണമേ. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 9-ാം തിരുവചനം. ഈ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? നമ്മളിപ്പോൾ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കർത്താവ് ജോലി തരും. നമ്മളിപ്പോൾ വസ്തുവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ വസ്തു തരും. നമ്മൾ പൈസ ഇല്ല കർത്താവ്, പിള്ളേരെ വളർത്തണം, ജോലി എങ്ങനെയൊക്കെ പണി തന്നെ, അപ്പോൾ കർത്താവ് ജോലി നമുക്ക് തരും. ഓക്കെയാണ്.
പക്ഷെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്താണ് ഗുണമെന്നറിയാമോ? അതാണ് 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് വായിക്കും. ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. സോളമന്റെ ഈ അപേക്ഷ കർത്താവിന് പ്രീതികരമായി. ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവമായ കർത്താവിനോട് സോളമൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, നീ എനിക്ക് തന്ന ഈ ജനത്തെ, ദാവീദ് എന്നെ ഏൽപ്പിച്ച ഈ ദൈവജനത്തെ നയിക്കാൻ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകണമേ, ജ്ഞാനം ഈ ദാസന് നൽകണമേ. ഉടനെ അടുത്ത വചനം പറയാണ്, ഈ പ്രാർത്ഥന ദൈവത്തിന് പ്രീതികരമായി. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്നറിയാമോ? നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി ചോദിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം എന്തെന്ന് ഞാൻ അറിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സോളമൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എനിക്ക് ജ്ഞാനത്തെ തരണമേ, അങ്ങയുടെ ജനത്തെ നയിക്കാനുള്ള നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ നയിക്കാനുള്ള ജ്ഞാനം, വിവേകം തരണേ. കർത്താവിന് വളരെ സന്തോഷം. കർത്താവ് എഴുന്നേറ്റ് കൈയടിച്ച്, സോളമൻ, നിന്റെ പ്രാർത്ഥന എനിക്ക് ഇഷ്ടമായി. അടുത്ത 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 12-ാമത്തെ വാക്യം. നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. ജ്ഞാനവും വിവേകവും ഇതാ പിടിച്ചോ സോളമാ. എന്നിട്ട് എടുത്ത അടുത്ത വചനം, ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരുമുണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരുമുണ്ടാവില്ല. എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ? ഇതുവരെ ആളുകൾ ഈ കാര്യം മാത്രം ചോദിക്കാറില്ല, ബാക്കിയെല്ലാം ചോദിക്കും. മുട്ടുവേന മാറണേ, വയറ്റുവേന മാറണേ, പല്ലുവേന പോണേ, കർത്താവേ, എല്ലാം ചോദിക്കും. വീട് വേണേ, ഇതെല്ലാം ചോദിക്കും. പക്ഷെ ആരും ജ്ഞാനം ചോദിക്കില്ല. അപ്പൊ കർത്താവ് പറയാണ്, എനിക്കങ്ങ് സന്തോഷമായി, ഒരാളേലും എന്നോട് ജ്ഞാനത്തിന് വേണ്ടി ചോദിച്ചല്ലോ. എന്നിട്ട് പറയാണ്, ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരുമുണ്ടാവില്ല എന്ന് വെച്ചാൽ നിനക്ക് ഞാൻ എൻ്റെ ജ്ഞാനം മുഴുവൻ എന്താ തരാൻ പോവാണ്. അങ്ങനെ കർത്താവിൻ്റെ ജ്ഞാനം കൊടുത്തിട്ട് കർത്താവ് ബോണസായിട്ട് കൊടുക്കുന്ന കാര്യമാണ് അടുത്ത വചനം. ഈ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? ശ്രദ്ധിച്ചു കേൾക്കണം. അടുത്ത വചനം വായിക്കാം. മാത്രമല്ല നീ ചോദിക്കാത്തവ കൂടി ഞാൻ നിനക്ക് തരുന്നു. ചോദിക്കാത്തവ കൂടി കർത്താവ് തരും. ഇത് ചോദിച്ച ദൈവമേ, എനിക്ക് വിവേകം, ജ്ഞാനം, ബുദ്ധി തരണേ അപ്പ എന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ചോദിക്കാത്തവ കൂടെ ദൈവം നമുക്ക് തരും. എന്താണ്? നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനും ഇല്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കും. ദൈവം, ആകാശത്തിലെ ദൈവം ഒരു അനുഗ്രഹം അങ്ങോട്ട് കൊടുക്കുകയാണ്, ഒരു ബ്ലെസ്സിങ്. നിന്റെ ജീവിതകാലം മുഴുവൻ, 2024 മാത്രമല്ല, 2030 വരെ അല്ല, അത് കഴിഞ്ഞിട്ട് നിനക്ക് കഷ്ടപ്പെടുന്നല്ല. നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനുമില്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കും. വിശ്വസിച്ച് പറ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, അത്രമേൽ ദൈവത്തിന് പ്രധാനപ്പെട്ട കാര്യമാണ് ജ്ഞാനം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങൾ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ സമ്പത്തും മഹത്വവും കുറച്ചു നാളത്തേക്കല്ല, ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. ഇത് ബൈബിളിലാണ് പറഞ്ഞത്. ഈ പുസ്തകം നിങ്ങൾക്ക് വിശ്വസിക്കുക, ഇത് ചതിക്കുകയല്ല, കർത്താവ് പറഞ്ഞ കാര്യം. അതുകൊണ്ട് എന്ത് ചോദിക്കണം? ജ്ഞാനത്തിന് വേണ്ടി ചോദിക്കണം. സൈക്കിള് ചോദിച്ചാൽ സൈക്കിള് കിട്ടും, മൊബൈൽ ചോദിച്ചാൽ
മൊബൈൽ കിട്ടും. പക്ഷെ ജ്ഞാനം ചോദിച്ചാ ഇതെല്ലാം ഉണ്ടാവും. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ജ്ഞാനമായിരുന്നു സോളമൻ ഉണ്ടായിരുന്നത്. ഈ സോളമൻ എന്താ ചെയ്തെന്നറിയാമോ? സോളമൻ ഈ ജ്ഞാനത്തിന് വേണ്ടി ഈ നിധി ഇത് മനസ്സിലായി. സോളമൻ പ്രാർത്ഥിച്ചത് മുഴുവനും ഈ ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ സോളമൻ്റെ കൂടെ, സോളമൻ്റെ വീട്ടിൽ തന്നെ ചേട്ടന്മാരും അനിയന്മാരും സഹോദരിമാരും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ ജോലി എന്തായിരുന്നെന്ന് നമ്മളിങ്ങനെ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ചേട്ടൻ്റെ പേരാണ് അദോനിയ. അദോനിയയുടെ ജോലി എന്തായിരുന്നു എന്ന് 1 രാജാക്കന്മാർ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അദോനിയയുടെ പ്രധാന ജോലി, അദോനിയയുടെ അപ്പൻ, അതായത് ഇവരുടെയൊക്കെ പപ്പ ദാവീദ് രാജാവ് വയസ്സായപ്പോൾ, ഇങ്ങനെ പ്രായമായപ്പോൾ ഒരു ഹോം നേഴ്സിനെ അവിടെ എത്തിച്ചു. ഈ ഹോം നേഴ്സ് നല്ല സുന്ദരിയായ ഹോം നേഴ്സാണ്. ഹോം നേഴ്സിനെ കണ്ടപ്പോൾ തൊട്ട് അദോനിയ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അദോനിയയുടെ പ്രധാനപ്പെട്ട ജോലി എങ്ങനെയും ഈ ഹോം നേഴ്സിനെ കെട്ടുക. അതേസമയം സോളമൻ എന്താ ചെയ്തെന്നറിയാമോ? സോളമൻ ചെയ്യുന്നത് ഗിബയോൻ എന്ന് പറയുന്ന സ്ഥലം, അതാണ് 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ജനങ്ങൾ കർത്താവിന് ബലിയർപ്പിച്ച ഗിബയോൻ എന്ന സ്ഥലത്തിൽ, മുഖ്യ പൂജാഗിരിയായ ഗിബയോനിൽ സോളമൻ 1000-ഓളം ദഹന ബലികൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെ ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ ഇങ്ങനെ, വേറൊരു ചേട്ടനാണ് അബ്സലോം. അബ്സലോം എന്ത് ചെയ്യുന്നതെന്നറിയാമോ? അബ്സലോം എങ്ങനെ അപ്പൻ്റെ ഈ സിംഹാസനം അടിച്ചു മാറ്റാൻ പറ്റും. പട്ടാള വിപ്ലവത്തിലൂടെ അപ്പനെതിരെ ലഹള ഉണ്ടാക്കുക, കലഹം ഉണ്ടാക്കുക, വീട്ടിൽ വഴക്കുണ്ടാക്കുക, ഇതൊക്കെയാണ് ഒരു ചേട്ടൻ്റെ ജോലി. വേറൊരു ചേട്ടൻ പ്രണയവും കൊണ്ടിങ്ങനെ നടന്നു. വേറൊരു ചേട്ടൻ ഇങ്ങനെ 3-4 ചേട്ടന്മാരുടെ കഥകളൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട്. എന്നാൽ സോളമൻ എന്ത് ചെയ്തു? സോളമനാകട്ടെ ദൈവം മുൻപാകെ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമോ. 1000-ഓളം ബലിയർപ്പിച്ചെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2.5 വർഷക്കാലം. ഒരു ദിവസം ഒരു ബലി വെച്ച് നോക്കിയാൽ 2.5 വർഷക്കാലം സോളമൻ്റെ പ്രാർത്ഥന എന്താ? ദൈവമേ, എനിക്ക് ജ്ഞാനം തരണമേ. ദൈവമേ, അങ്ങയുടെ വിവേകവും വിവേചനാശക്തി എനിക്ക് തരണമേ. ദൈവം എന്ത് കൊടുത്തു? ജ്ഞാനവും വിവേകവും അറിവും എല്ലാം കൊടുത്തു. കൂടെ സമ്പത്തും മഹത്വവും മറ്റാർക്കുമില്ലാത്ത വിധം അവന് കൊടുത്ത് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ദൈവം നമുക്ക് തരുന്നതാണ് ഈ ജ്ഞാനം. ഇതാണ് ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. അതുകൊണ്ട് എല്ലാം അതുകൊണ്ട് ഞങ്ങൾ അച്ഛന്മാരെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ദൈവത്തിന് ആത്മാവ് പറയുന്നത്, പുരോഹിതൻ അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം. ഞങ്ങളെക്കുറിച്ചും പറഞ്ഞതാണ്. ദൈവത്തിന് ആഗ്രഹം ഇതാണ്, പുരോഹിതൻ അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം. ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം. മലാഖിയുടെ പുസ്തകം 2-ാം അധ്യായം 7-ാം തിരുവചനം. ദൈവത്തിന്റെ ആഗ്രഹമാണ് പുരോഹിതന്മാര് ജ്ഞാനം സൂക്ഷിക്കണം. അധരത്തിൽ ജനം പ്രബോധനം തേടി അവന്റെ അടുത്ത് വരണം. കാരണം ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് ദൈവ ജ്ഞാനമാണെന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്, അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം എന്തെന്ന് ഞാൻ അറിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ ആരെയാ തിരയുന്നതെന്ന് സങ്കീർത്തന പുസ്തകം 14-ാം അധ്യായം 2-ാം തിരുവചനം. ദൈവം ആരെയാണ് അന്വേഷിക്കുന്നതെന്നറിയാവോ? ദൈവം നോക്കുമ്പോൾ ദൈവം അന്വേഷിക്കുന്ന ആളുകൾ ആരെക്കുറിച്ചാണെന്നറിയാമോ? സങ്കീർത്തനം 14:2 വായിക്കാമോ? കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു, ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. ദൈവം നോക്കുന്നത്
മനുഷ്യനെ നോക്കിയിട്ട് ഈ മനുഷ്യരുടെ ഇടയിൽ വിവേകികളുണ്ടോ എന്നാ ദൈവം നോക്കുന്നത്. വിവേകമുള്ളവരുണ്ടോ? ഒരു ബുദ്ധിയുമില്ലാത്തത് കൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചില്ല എന്നൊരു വചനമുണ്ട്. ഒന്നിലും ജ്ഞാനമില്ലാത്തത് കൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ദൈവജ്ഞാനമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. അതിന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതുകൂടെ കണ്ടുകൊണ്ട് നമുക്ക് ഈ ആരാധന പൂർത്തിയാക്കി. ഈ ആരാധനയ്ക്കൊക്കെ വരണം. എന്തിനാണെന്നറിയാമോ? നമുക്ക് ജ്ഞാനം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ആരാധനയ്ക്ക് വന്നിട്ട് പലരും അവരുടെ ടെൻഷൻ, ആകുലത, വ്യഗ്രത ഇതെല്ലാം കർത്താവിന് സമർപ്പിച്ച് ഫ്രീ ആകും. അപ്പോഴവർക്ക് കിട്ടുന്ന അഭിഷേകമാണ് ജ്ഞാനം. ബൈബിളിൽ പറയുന്നുണ്ടത്. പ്രഭാഷകന്റെ പുസ്തകം 38 അധ്യായം 14 തിരുവചനം. പ്രഭാഷകൻ 38:14 വായിക്കാമോ? എങ്ങനെയാണ് ജ്ഞാനം ലഭിക്കുന്നതെന്ന് പറയുന്നുണ്ട്. രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രഭാഷകൻ 38:14 വാക്യം ആണോ? വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കുന്നൊരു വചനമുണ്ടോ? പ്രഭാഷകന്റെ പുസ്തകം 15 അധ്യായം 1 വാക്യം വായിക്കാമോ? പ്രഭാഷകൻ 15:1. കർത്താവിന്റെ ഭക്തൻ ഇത് ചെയ്യും, കൽപ്പനകളിൽ ഉറച്ചു നിൽക്കുന്നവന് ജ്ഞാനം ലഭിക്കും. അതായത് രണ്ട് കാര്യങ്ങളാണ് ബൈബിൾ പഠിപ്പിക്കുക. ഒന്ന്, വ്യഗ്രതകൾ ഒഴിഞ്ഞാൽ ജ്ഞാനം ലഭിക്കും. വ്യഗ്രതകൾ ഒഴിഞ്ഞാൽ ജ്ഞാനം ലഭിക്കും. രണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനകളിൽ ഉറച്ചു നിൽക്കുന്നവന് ജ്ഞാനം ലഭിക്കും. ദൈവം രണ്ട് പ്രോമിസാണ് തരുന്നത്. വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വ്യഗ്രതകൾ ഒഴിയുക. വ്യഗ്രത ഒരു പാപമാണ്. ലൂക്കായുടെ സുവിശേഷം 21:34 പറയുന്നുണ്ട്, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത, ഇതെല്ലാം പാപമാണ്. സുഖലോലുപത പോലെ, മദ്യാസക്തി പോലെ ഒരു പാപമാണ് ജീവിത വ്യഗ്രത. ടെൻഷൻ അടിച്ച് കളയുക. ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ വേവ് തിന്ന് ഉത്കണ്ഠപ്പെട്ട് നമ്മൾ മനസ്സിങ്ങനെ അസ്വസ്ഥമായി ഒരു സന്തോഷമില്ല, ഒരു സമാധാനമില്ലാതെ നടക്കുന്നതിൻ്റെ പേര് വ്യഗ്രത. ബൈബിൾ പറയാണ്, ജ്ഞാനം കിട്ടണമെങ്കിൽ ഒന്ന്, വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കും. ആ വാക്യം കിട്ടിയോ? പ്രഭാഷകന്റെ പുസ്തകത്തിലാണല്ലോ അല്ലേ? 38:4 14 വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കും. 14 അല്ലേ? ഉണ്ടോ? അതൊന്ന് വായിച്ച് നോക്കിയെടുത്തേ. ആ അധ്യായത്തിൽ തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നു. വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ആരാധനയ്ക്കൊക്കെ വന്നിട്ട് മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന്, കണ്ണുകൾ അടച്ച്, കർത്താവേ എൻ്റെ ജീവിതത്തിൻ്റെ ഈ ആകുലതകളെല്ലാം ഒന്ന് എടുത്തു മാറ്റണോ എന്ന് ശക്തമായി സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ ടെൻഷൻ അതൊന്ന് ഫ്രീ ആകണം, സോയിലൈസ്ഡ് ആക്കണം ടെൻഷൻ. അപ്പോൾ നമുക്കെല്ലാം ഒത്തിരിയേറെ വ്യഗ്രതകളുണ്ട്, ഭയങ്ങളുണ്ട്, ഉത്കണ്ഠകളുണ്ട്, ആകുലതകളുണ്ട്, നാളത്തെ കാര്യത്തെക്കുറിച്ചുള്ള ടെൻഷനുണ്ട്, ഉണ്ടെന്നേ. പക്ഷേ ദൈവത്തിൻ്റെ മുൻപിൽ കുഞ്ഞുങ്ങൾ, ദൈവമക്കൾ ദൈവപിതാവിൻ്റെ മുമ്പിൽ വന്ന് വളരെ ഫ്രീ ആയിട്ട്, എൻ്റെ അപ്പ ഇതാണ് എൻ്റെ അവസ്ഥ എന്ന് തുറന്നങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് ജ്ഞാനം ലഭിക്കും. വഴികൾ തുറന്നു കിട്ടും. ഇതാണ് വഴി, ഇതിലെ പോകാൻ പറഞ്ഞു കിട്ടും. ജ്ഞാനം, വിവേകം, ബുദ്ധി തെളിഞ്ഞു കിട്ടും. ജീവിതം ഇത് പരാജയപ്പെടാൻ ദൈവം അനുവദിക്കുകയല്ല. കിട്ടിയോ? 24 അല്ലേ? 14 വായിച്ചേ. പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു, വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ. വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് വെറുതെ ജ്ഞാനം കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, ആദ്യമേ ഈ ടെൻഷനൊക്കെ ഒന്ന് മാറ്റി വെച്ച് കർത്താവിന് മുമ്പ് കുഞ്ഞുങ്ങളെ പോലെ നിൽക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ അനുഗ്രഹിച്ചുയർത്തും. നമ്മൾ കരുതും വിശുദ്ധർക്കാണ് ഈ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ പോകുന്നത്. അങ്ങനല്ല. വിശുദ്ധർക്ക് എന്തിനാ പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവിന്റെ പേര് പരിശുദ്ധിയുടെ ആത്മാവെന്നാ. വിശുദ്ധർക്ക് പിന്നെ എന്തിനാ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ്? വിശുദ്ധർക്ക് ആത്മാവിന്റെ ശക്തിയുണ്ട്. പാപികളെ തിരഞ്ഞാണ് കർത്താവ് വന്നേ. അതുകൊണ്ട് നമുക്ക് കുറവുകളും ബലഹീനതകളും കോട്ടങ്ങളും ക്ഷീണങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്.
ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, പറ്റുന്നില്ല ചില കാര്യങ്ങൾ നിയന്ത്രിക്കാൻ. പക്ഷേ ദൈവം മുമ്പാകെ വന്നിട്ട്, അപ്പാ അങ്ങയുടെ മക്കളാ ഞാൻ, അങ്ങയുടെ മകനാ ഞാൻ, ഇതങ്ങോട്ട് ഏറ്റുപറഞ്ഞ് നമ്മുടെ ആകുലതകളെല്ലാം ദൈവം മുമ്പാകെ എന്ന് ഏറ്റുപറയുമ്പോൾ വ്യഗ്രതകൾ ഒഴിഞ്ഞു പോകും. ദൈവം ജ്ഞാനം കൊണ്ട് നിറയ്ക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 2 പ്രഭാഷണ പുസ്തകം 15:1 കൽപ്പനകളിൽ ഉറച്ചു നിൽക്കുന്നവന് ജ്ഞാനം ലഭിക്കും. അതായത് നമുക്ക് നിയമങ്ങളൊക്കെ അറിയാം, പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ ഉറപ്പുണ്ടാകണം. എന്താണെന്നറിയാമോ? ഇല്ലെങ്കിൽ ജ്ഞാനം തന്നു കഴിഞ്ഞാൽ ജ്ഞാനം പല വിധത്തിൽ അങ്ങ് ചിതറിപ്പോവും. ഇതെല്ലാം ഈ ലീക്കായി പോവും. ദൈവം ജ്ഞാനം തരും, അത് പോവും. ദൈവം ജ്ഞാനം തരും, അതങ്ങ് ഊർന്നു പോകും. പക്ഷേ ഉറപ്പുള്ള കൽപ്പനകളിൽ ഉറച്ചു നിൽക്കുന്നവന് ജ്ഞാനം ലഭിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളിലൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടാകണം. ഹല്ലേലൂയാ. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നടക്കുകയല്ല. ചില കാര്യങ്ങൾ സങ്കടമാണ്, ചിലതൊക്കെ ആകാത്ത ഒരുതാത്തത് വേണ്ട, നോ എനിക്ക് വേണ്ട എന്ന് വെക്കാനുള്ള ഒരു കൃപ അതിൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് വേണം. അങ്ങനെ കൽപ്പനകളിൽ ഉറച്ചു നിൽക്കുന്നവന് ജ്ഞാനം ലഭിക്കും. ഇതാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് നമുക്ക് ഈ ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയാ. സ്വരമേർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഒരുപാട് ആൾക്കാർ അവരുടെ ജീവിതത്തിൽ എടുത്ത ഒരൊറ്റ തീരുമാനത്തിൻ്റെ പേരിൽ ഒരുപാട് സഹിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒറ്റ തീരുമാനം പാളിപ്പോയി. നല്ല മനുഷ്യരാണ്, നല്ല ജോലിയുണ്ട്, പണമുണ്ട്, പക്ഷേ എടുത്ത ഒരൊറ്റ തീരുമാനം, പറഞ്ഞ ഒരു വാക്ക് അവരുടെ ജീവിതത്തെ കീഴ്മേൽ മറിച്ച് ഇന്നും അതിൻ്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്ന, ഇന്നും അതിൻ്റെ പേരിൽ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് സ്വസ്ഥത അനുഭവം നഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമുക്ക് ജ്ഞാനം ദൈവം തരണം. ജ്ഞാനം ഉപേക്ഷിക്കരുത്, അവൾ നിന്നെ കാത്തുകൊള്ളും. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം 6-ാം തിരുവചനം. ജ്ഞാനം ഉപേക്ഷിക്കരുത്, അവൾ നിന്നെ കാത്തുകൊള്ളും. അവളെ സ്നേഹിക്കുക, അവൾ നിന്നെ സംരക്ഷിക്കും. ജ്ഞാനത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വചനമാണ്. എന്തു ത്യജിച്ചും ജ്ഞാനം സമ്പാദിക്കുക. ജ്ഞാനം സമ്പാദിക്കുകയാണ് സർവപ്രധാനം. എന്താണ് ജ്ഞാനം? ദൈവത്തെ അന്വേഷിക്കുന്ന രീതിയുടെ പേരാണ് ജ്ഞാനം. ഹല്ലേലൂയാ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവത്തെ തെരയുന്ന രീതിയുടെ പേരാണ് ജ്ഞാനം. യെശയ്യായുടെ പുസ്തകം 58-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാമോ? യെശയ്യാ 58-ന്റെ 2-ാം വാക്യം. എന്താണ് ജ്ഞാനം? നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനതയെ നോണം അവർ ദിവസേന എന്നെ അന്വേഷിക്കുകയും എന്റെ മാർഗം തേടുന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. അവർ എന്നോട് നീതിവിധികൾ ആരായുന്നു, ദൈവത്തോട് അടുക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു. ദൈവത്തോട് അടുക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യും. യെശയ്യായുടെ പുസ്തകം 58-ാം അധ്യായത്തിന്റെ 2-ാമത്തെ തിരുവചനം. വചനം ഇതാണ്: നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനതയെന്നോണം അവർ ദിവസേന എന്നെ അന്വേഷിക്കുകയും എൻ്റെ മാർഗം തേടുന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. അവർ എന്നോട് നീതിവിധികൾ ആരായുന്നു, ദൈവത്തോടടുക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു. ഇവരുടെ പേരാണ് ജ്ഞാനികൾ. ബൈബിളിൽ ജ്ഞാനമെന്ന് പറയുന്നത് ദിനംതോറും ദൈവത്തിൻ്റെ മാർഗം അന്വേഷിക്കുക, ദൈവത്തിൻ്റെ വഴികൾ അന്വേഷിക്കുക, ദൈവത്തോട് നീതിവിധികൾ ആരായുക, ദൈവത്തോട് അടുക്കാൻ താല്പര്യം കാണിക്കുക. ഇതിന്റെ പേരാണ് ജ്ഞാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ ജ്ഞാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവകൽപ്പനകളിൽ ഉറച്ചു നിൽക്കുക എന്ന് വെച്ചാൽ നീതി പ്രവർത്തിക്കുകയും
തങ്ങളുടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനതയെന്നോണം അവർ ദിവസേന എന്നെ അന്വേഷിക്കുകയും എൻ്റെ മാർഗം തേടുന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. അവർ എന്നോട് നീതിവിധികൾ ആരായുന്നു, ദൈവത്തോടടുക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പാതി വഴിക്ക് ഇട്ടേച്ചു പോകാതെ ഉറപ്പോടെ നമ്മൾ കർത്താവിൻ്റെ വഴികളിലൂടെ നടക്കാൻ താല്പര്യം കാണിക്കുക. നടക്കുക, റിസൾട്ട് ഉണ്ടാകുക എന്നതിനേക്കാൾ ഉപരി അതിനോട് അടുക്കാനായിട്ടൊരു താല്പര്യം, ഒരു ദാഹം, നമുക്കതിനോടൊരു ഒരു ഒരു വിശപ്പ്. ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുക. ഇന്നെനിക്ക് അല്പം കൂടെ ദൈവിക വഴികൾ നടക്കും, ഇന്ന് കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം, ഇന്നെനിക്ക് കുറച്ചുകൂടെ ദൈവത്തിനെ അറിയണം, ഇന്നെനിക്ക് പള്ളിയിൽ പോകണം, ഇന്നെനിക്ക് കുമ്പസാരിക്കണം, എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരണം. ഈ ദൈവത്തിൻ്റെ വഴികളോട് അടുക്കാനുള്ള ഒരു താല്പര്യം, ഇതിൻ്റെ പേരായി ജ്ഞാനം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന ജ്ഞാനം. അതുകൊണ്ടാണ് ദൈവം ജ്ഞാനികളെ എന്തിനേക്കാളും ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ തിരയാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.